ഇസ്രായേലിൻ്റേത് വളരെ പൈശാചികമായ ഒരു വംശീയ ഉന്മൂലനമാണെന്ന് പറയേണ്ടി വരും. ഇസ്ലാം മതത്തെപ്പറ്റി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഇസ്ലാം മതത്തിലെ രണ്ട് പ്രധാന വിഭാഗങ്ങളാണുള്ളത്, ഷിയായും സുന്നികളും. സുന്നികളെപ്പോലെ ഷിയാകൾ മറ്റു ഖലീഫമാരെ അംഗീകരിച്ചിട്ടില്ല. പ്രസിദ്ധ നബിയുടെ കസിനും മരുമകനുമായ അലിയെ മാത്രമേ ഖലീഫയായിട്ട് ഷിയാകൾ അംഗീകരിച്ചിട്ടുള്ളൂ. ലോകത്തെ ഇസ്ലാം ജനസംഖ്യയിൽ 20% വരും ലോകത്തുള്ള ഷിയാകൾ. ഈ ഷിയാകളുടെ ഭൂരിപക്ഷമുള്ള രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഇറാനും ഇറാഖും. അത് കഴിഞ്ഞ് കൂടുതൽ ഷിയാസിന് ഭൂരിപക്ഷമുള്ള സ്ഥലം അസർബൈജാനാണ്. ഏകദേശം 10% ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഷിയകളാണ്. ഇപ്പൊ ഷിയകളുടെ വിശ്വാസവും സുന്നികളുടെ വിശ്വാസവും തമ്മിൽ ചെറിയ അന്തരങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ, അവർ തമ്മിൽ സമരസപ്പെടായ്മ കുറെ കാലമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആദ്യം അമേരിക്ക ഒരു ഷിയ രാജ്യമായ ഇറാഖിനെ കടന്നു കയറിയും ആക്രമിച്ചും അതിനെ അവരുടെ ഒരു പാവ സർക്കാരാക്കി വെച്ചേക്കുക. അവിടുത്തെ ജനസംഖ്യയിൽ 80% ഷിയകളാണ്. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ഷിയ രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ ലോകത്തെ ഇസ്ലാം തീവ്രവാദത്തെ, ISIS പോലുള്ള തീവ്രവാദത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്തൊരു രാജ്യമായിരുന്നു. അവർ ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തിൽ അവർ ഇസ്ലാമിക നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുന്ന ഒരു വിഭാഗമാണ് ഇറാൻ. പക്ഷേ IS പോലുള്ള തീവ്രവാദ കടന്നുകയറ്റങ്ങൾക്ക് ഒരിക്കലും വളക്കൂറില്ലാത്ത ഒരു മണ്ണായിരുന്നു ഇറാൻ്റെ. ഇന്ത്യയുമായിട്ട് പേർഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ട് ഇന്ത്യക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണുള്ളത്. ഇന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പാർട്ണറാണ് ഇറാൻ. മാത്രമല്ല, ഇന്ത്യക്ക് വിദേശത്തുള്ള ഒരേ ഒരു കപ്പൽ തുറമുഖം എന്ന് പറയുന്നത് ഇറാനിലുള്ളതാണ്. ഇപ്പൊ ഇറാനും ഇന്ത്യയുമായിട്ടുള്ള സാംസ്കാരിക ബന്ധം വളരെ ദൃഢമാണ്.